പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്ന് ഭാരതം മുഴുവൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അതോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ കൂടിയാണിന്ന്. സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ 77-ാം വാർഷികത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കുകയാണ്. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശകരമായ ഓർമ്മ പുതുക്കലാണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിലും നാം അനുസ്മരിക്കുന്നത്. 2 നൂറ്റാണ്ടുകളോളം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് അറുതി വരുത്തിയ ദിവസമാണ് 1947 ആഗസ്റ്റ് 15. ദീർഘകാലത്തെ യാതനകൾക്കും പോരാട്ടങ്ങൾക്ക് ശേഷം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളാണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിലും നാം അനുസ്മരിക്കുന്നത്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ. ഓരോ പൗരൻ്റെയും സിരകളിൽ ഓടുന്ന രക്തത്തിൽ അലിഞ്ഞുചേർന്ന വികാരമാണ് ദേശസ്നേഹമെന്ന് മഹാകവി വള്ളത്തോളിൻ്റെ ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാർട്ടിൻ ലൂതർ കിങ് പറയുന്നു, നിങ്ങൾക്ക് പറക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഓടുക, ഓടുവാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക, നടക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക, ചെയ്യുന്നത് എന്തുതന്നെയായാലും മുന്നോട്ട് തന്നെ നീങ്ങുക, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക, അതാണ് നാം ചെയ്യേണ്ടത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്രം മാനികൾക്ക്, മൃതിയേക്കാൾ ഭയാനകം എന്ന് കുമാരനാശാൻ എഴുതിയത് എത്രയോ അർത്ഥവത്താണ്. മഹാത്മാഗാന്ധി പറയുന്നു, വിജയത്തിലൂടെ കൈവരിക്കുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിലും സ്വയം അടിയറവ് പറയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം ചെയ്യേണ്ടതും അതാണ്. പ്രതിസന്ധികളോടും പ്രശ്നങ്ങളോടും അടിയറവ് പറയില്ല എന്ന പ്രതിജ്ഞ. നല്ല നാളേക്കായി ക്ഷമയോടെ കാത്തിരിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണം. ആഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണം നാം ആഘോഷിക്കുകയാണ്. 15 ദിവസം ഭക്തിപൂർവ്വം നോമ്പുനോറ്റ് ഈ പെരുന്നാളിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിനായി അപേക്ഷിക്കാം. അമലോത്ഭവയായി ജനിച്ച് പരിശുദ്ധയായി ജീവിച്ച് സ്വർഗാരോപിതയായ അമ്മ തൻ്റെ പുത്രനായ യേശുവിൻ്റെ ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പന്തക്കുസ്തായിലും കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ മറിയത്തിൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളോടെ അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആദിമ നൂറ്റാണ്ടു മുതൽ വിശ്വസിച്ചു വരുന്നതും തലമുറകളായി കൈമാറി വരുന്നതുമായ ഈ വിശ്വാസത്തെയാണ് പിയൂസ് 12-ാം മാർപ്പാപ്പ സഭയെ 1950 നവംബർ 1 സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ദൈവം തിരഞ്ഞെടുത്ത വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദൈവഹിതത്തിന് മുഴുവനായി സമർപ്പിച്ച അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നാം ദൈവത്തിന് മുഴുവനായി സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. ഈ ലോകജീവിതത്തിൻ്റെ അവസാനം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗപ്രാപ്തി ഉണ്ടായെങ്കിൽ വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും ജീവിച്ചാൽ നമുക്കും എത്തിച്ചേരാവുന്ന ഇടമാണ് സ്വർഗം. സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു.